നമസ്കാരം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. പത്തനംതിട്ടയിൽ മകൻ അനിൽ ആന്റണി തോൽക്കണമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി താൻ പ്രചാരണത്തിന് പോയില്ലെങ്കിലും ആന്റോ ആന്റണി ജയിക്കുമെന്നും ആന്റണി പറഞ്ഞു. മക്കളെ കുറിച്ച് എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട, എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട. ആ ഭാഷ ഞാൻ ശീലിച്ചിട്ടില്ല. ആ ഭാഷ എന്റെ സംസ്കാരത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് സംസാരിക്കില്ല. എനിക്ക് പാട്ട് തോക്കണം, അവിടെ കോൺഗ്രസ് ജയിക്കണം, ആന്റോ ആന്റണി ജയിക്കണം. അതാണ് AK ആന്റണി കോൺഗ്രസ് ആണ്. എന്റെ മതം കോൺഗ്രസ് ആണ്. എന്റെ മതം കോൺഗ്രസ് ആണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ വായിച്ചിരുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും ഭരണഘടന സംരക്ഷിക്കുന്നതിനെ കുറിച്ചും ഏറ്റവും വാചാലമായി സംസാരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഡോക്ടർ അംബേദ്കർക്കും മാത്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയ, അങ്ങയുടെ പാർട്ടിക്ക് ഇന്ത്യയുടെ ഈ പാവനമായ ഭരണഘടന ഉണ്ടാക്കിയതിൽ യാതൊരു പങ്കുമില്ല. ഭരണഘടന ഉണ്ടാക്കിയതിൽ പങ്കില്ലെന്ന് മാത്രമല്ല, ഭരണഘടന ഉണ്ടാക്കുന്നതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് പിണറായി വിജയ, അങ്ങയുടെ പാർട്ടിയുടെ പൂർവികന്മാർ എന്ന കാര്യം അങ്ങനെ മറക്കരുത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കാണ്. സലീം, മക്കളെപ്പറ്റി പറയിക്കരുത് എന്ന് പറഞ്ഞെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ആന്റണി പറഞ്ഞു. അനിൽ കെ ആന്റണി വേഴ്സസ് ആന്റോ ആന്റണി പോരാട്ടത്തിൽ താൻ ആന്റോ ആന്റണിക്കൊപ്പമാണ് എന്ന് പറയുകയും ചെയ്തു. വിമർശന സ്വഭാവത്തിലുള്ള പല കാര്യങ്ങളും AK ആന്റണി പറയുകയുണ്ടായല്ലോ. ക്രിസ്റ്റീന, കഴിഞ്ഞ ഏറെ നാളുകൾക്കിടയിൽ AK ആന്റണി നടത്തിയ കംപ്ലീറ്റ് പൊളിറ്റിക്കലായ ഒരു വാർത്താ സമ്മേളനമാണ് അല്പസമയം മുൻപ് കഴിഞ്ഞത്. മാത്രമല്ല, മുൻപ് പലതവണയും AK ആന്റണി അനിൽ ആന്റണിയെ തള്ളിപ്പറയുകയും അനിൽ ആന്റണിയുടെ BJP പ്രവേശനത്തെ തള്ളിപ്പറയുകയും ചെയ്തെങ്കിലും ഇത്രയും ശക്തമായ ഭാഷയിൽ വിമർശനത്തോടുകൂടി തള്ളിപ്പറഞ്ഞത് ഇതാദ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനിൽ ആന്റണിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അനിൽ ആന്റണിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ മക്കളൊക്കെയും BJPയിൽ പ്രവേശിക്കുന്നത് തെറ്റല്ലേ എന്ന ചോദ്യത്തിന് മക്കളെക്കുറിച്ച് കൂടുതൽ പറയിക്കരുത് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, അത് വിരോധാഭാസമാണോ എന്ന ചോദ്യത്തിന് വിരോധാഭാസമല്ല, അതിനപ്പുറം വലിയ തെറ്റാണ് എന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല, മകൻ ജയിക്കണമോ എന്നൊരു താല്പര്യമെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് ജയിക്കരുത് എന്ന് മാത്രമല്ല, 3ാം സ്ഥാനത്താവണം എന്നുള്ളതാണ് ആഗ്രഹം. പത്തനംതിട്ടയിൽ താൻ പ്രചരണത്തിന് പോകാതെ തന്നെ ആന്റോ ആന്റണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും, അതിലൊരു സംശയവുമില്ല. 2019 BJPക്ക് കിട്ടിയ വോട്ട് പോലും കേരളത്തിലെ ഒരു സ്ഥാനാർത്ഥിക്കും BJPക്ക് ഇത്തവണ കിട്ടില്ല എന്നുകൂടി AK ആന്റണി വ്യക്തമാക്കുന്നു. BJPയുടെ സുവർണ്ണ കാലഘട്ടമായിരുന്നു 2019, അത് കഴിഞ്ഞു. ഇനി കേരളത്തിൽ BJPക്ക് ഒരു സുവർണ്ണ കാലഘട്ടം ഇല്ല എന്നുള്ളത് കൂടി പറയുന്നു. അങ്ങനെ മകന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് താൻ പോകില്ല എന്ന സൂചന കൂടി മകനെതിരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് താൻ പോകില്ല എന്നൊരു സൂചന കൂടി AK ആന്റണി നൽകുന്നുണ്ട്. അതിന് വിശദീകരണമായി അദ്ദേഹം പറയുന്നത്, തിരുവനന്തപുരം വിട്ട് താൻ പുറത്തേക്ക് പോയിട്ട് കുറെ കാലമായി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിനിടയിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും ഒപ്പം ഉമ്മൻചാണ്ടിയുടെ മരണത്തിലും മാത്രമാണ് ജില്ല വിട്ട് പുറത്തു പോയത്. തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും താൻ ഇത്തരത്തിൽ വാർത്താ സമ്മേളനങ്ങളിലൂടെയും ഇടപെടാൻ കഴിയുന്ന സ്ഥലങ്ങളിലൂടെയും കോൺഗ്രസിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തും. ആന്റോ ആന്റണി തനിക്ക് പാർട്ടിയാണ് മതം, അതുകൊണ്ട് തന്നെ അനിൽ ആന്റണി മത്സരിച്ചാലും ആര് മത്സരിച്ചാലും ശരി, ആന്റോ ആന്റണി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. മാത്രമല്ല, കേരളത്തിലെ എല്ലാ സീറ്റുകളിലും UDF സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്നതുൾപ്പെടെ AK ആന്റണി വ്യക്തമാക്കി. മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സർക്കാർ വിമർശനം, കേരള സർക്കാരിനെതിരെയാണ് ഏറ്റവും കൂടുതൽ വിമർശനം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ ദിവസവും ഭരണഘടനയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുകയാണ്. പക്ഷേ ഭരണഘടനയെക്കുറിച്ച് പറയാൻ അർഹതയുള്ളത് കോൺഗ്രസിനും BR അംബേദ്കറിനും മാത്രമാണ്. ഭരണഘടന ഉണ്ടാക്കുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ നിലയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരണഘടനയെക്കുറിച്ച് പറയാൻ ഒരു അവകാശവുമില്ല. അതിനെന്തെങ്കിലും അവകാശമുണ്ടെങ്കിൽ കോൺഗ്രസിന് എന്തും ചെയ്യാവുന്ന സമ്പൂർണ്ണ ഭൂരിപക്ഷമുള്ള ഒരു സമിതി, ഭരണഘടനാ സമിതി രൂപീകരിച്ച ഭരണഘടനയാണ്. അതിനെ വിമർശിക്കാനോ അതല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം കോൺഗ്രസ് നേതാക്കൾക്കാണ് ഉള്ളത് എന്നുള്ള വിമർശനം കൂടി നടത്തുകയും ചെയ്തു. മാത്രമല്ല, സർക്കാരിന്റെ ഇടപെടലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനങ്ങൾ AK ആന്റണി മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തു. ക്രിസ്റ്റീന.
ശരി, സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയായിരുന്നു കെ ആന്റണി. ഒപ്പം തന്നെ അനിൽ കെ ആന്റണിക്കെതിരായും വിമർശനങ്ങൾ ഉന്നയിച്ചു. അനിൽ കെ ആന്റണി പത്തനംതിട്ടയിൽ 3-ാം സ്ഥാനത്തെത്തണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും കെ ആന്റണി പറഞ്ഞു. വിശദാംശങ്ങൾ നൽകിയത് സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന്. സജി മഞ്ഞക്കടമ്പിലിന്റെ രാജിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ വീണ്ടും കൊഴിഞ്ഞുപോക്ക്. സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നം ഉൾപ്പെടെ 5 പേർ കൂടി രാജിവെച്ചു. മോൻസ് ജോസഫിന്റെ ഇപ്പോൾ നിയന്ത്രിച്ചാൽ പാർട്ടിയിലെ കൊഴിഞ്ഞുപോക്ക് തടയാൻ ജെ ജോസഫിന് കഴിയുമെന്ന് സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. സജി മഞ്ഞക്കടമ്പിൽ പോയപ്പോൾ നേതാക്കൾ ഉണർന്നു പ്രവർത്തിക്കുന്നുവെന്നായിരുന്നു മോൻസ് ജോസഫിന്റെ മറുപടി. അല്ല, അത്തരത്തിലൊന്നും ഞാൻ തീരുമാനിച്ചു. ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും പറയുന്നു, എനിക്ക് മാനസികമായി താങ്ങാനാവാത്ത ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ രാജിവെച്ചു. അത് വരും കാലങ്ങളിൽ ഞാനുമായിട്ട് സഹകരിക്കാൻ താല്പര്യമുള്ള ആളുകളോട് ആലോചിച്ച്, നമ്മുടെ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ആലോചിച്ച് വേണമെങ്കിൽ രാഷ്ട്രീയ രംഗത്തേക്ക് അപ്പോൾ കടന്നു. റോഷി മാത്രമല്ലോ, ഇവിടെ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ എന്നെ സ്വാഗതം ചെയ്തു. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇപ്പോൾ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചില്ല. അതിന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ ഇപ്പോൾ ഈ തീരുമാനമെടുത്തത്, ഇന്ന് UDF നേതാക്കന്മാരെ എല്ലാവരും ഈ വിഷയം അറിയണം, ഇവിടുത്തെ ജനങ്ങൾ അറിയണം ഇതെന്തുകൊണ്ട് ഞാൻ എടുത്തു. പാർട്ടിയിൽ നിന്ന് ആളുകൾ പോകുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ ആരും പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ പ്രവർത്തനം നിർത്തിവെച്ചവർ സജീവമായി പ്രവർത്തന രംഗത്തേക്ക് വരുന്നു എന്നാണ് പാലായിൽ പോലും കാണാൻ കഴിയുന്നത്. അല്ല, റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി പി ജോസഫിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുക. പി ജോസഫിന്റെ CF തോമസിന്റെയും KM മാണി സാറും PJ ജോസഫ് സാറും CF തോമസ് സാറും ചേർന്ന് ഒന്നിപ്പിച്ച കേരള കോൺഗ്രസിനെ ഭിന്നിപ്പിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച ആളുകൾ ഇനിയെങ്കിലും അവരുടെ തെറ്റ് തിരുത്തി യഥാർത്ഥ കേരള കോൺഗ്രസിലേക്ക് ഈ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. തിരിച്ചു വന്നാൽ സജി മഞ്ഞക്കടമ്പലിനെ സ്വീകരിക്കുമെന്ന് ജെ ജോസഫും കേരള കോൺഗ്രസ് MLA-ക്കാർക്കും കടന്നുവരാമെന്ന് റോഷി അഗസ്റ്റിനും പറഞ്ഞു. ആധാരമായ വിഷയങ്ങളും സജി മഞ്ഞക്കടമ്പ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തോട്ടൊരു കാര്യം സജിയും വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. കേരള കോൺഗ്രസിൽ ഇന്ന് സ്പേസ് ഉണ്ടല്ലോ, അത് മാണി സാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സ്പേസ് ഇല്ലാത്ത പാർട്ടിയല്ല. തീർച്ചയായിട്ടും വളർന്നു വരികയും പ്രവർത്തിക്കുകയും സംഘാടക മികവ് പുലർത്തുകയും ചെയ്യുന്നവർക്കൊക്കെ ഇന്നും അംഗീകാരം കൊടുത്തിട്ടുള്ള പാർട്ടിയാണ്. അപ്പോൾ ആ നിലയിൽ അത്തരം ബുദ്ധിമുട്ടുകളൊന്നും കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പാർട്ടി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ധാരാളം ആൾക്കാർ പാർട്ടിയിലേക്ക് വരുന്നു. അതൊക്കെ ഒരു സ്വാഭാവികമായി നമ്മൾ കാണുകയല്ലേ. അതിനിടെ മുൻ MLA-യും കേരള കോൺഗ്രസ് ജോസ് വിഭാഗം നേതാവുമായ PM മാത്യു UDF-നായി പ്രചാരണത്തിനിറങ്ങി. ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ വിവാദ ചിത്രം ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് താമരശ്ശേരി രൂപത ഇടവകകളിലെ കുടുംബ കൂട്ടായ്മകളിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. ചിത്രം ഉടൻ പ്രദർശിപ്പിക്കുമെന്ന പ്രഖ്യാപനവുമായി തലശ്ശേരി അതിരൂപതയും രംഗത്തെത്തി. ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് താമരശ്ശേരി രൂപതയുടെ വിശദീകരണം. ദ കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കുന്നത് വഴി പച്ചനുണ പ്രചരിപ്പിക്കരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSS സംഘപരിവാർ അജണ്ടയാണ് സിനിമയ്ക്ക് കൂടുതൽ പ്രചാരണം കൊടുക്കുന്നതിന് പിന്നിൽ പ്രത്യേക ഉദ്ദേശം. ഒരു വിഭാഗത്തെ ഉപയോഗിച്ച് മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിച്ചുവിടുന്ന RSSന്റെ കെണിയാണിതെന്ന് മുഖ്യമന്ത്രി കൊല്ലത്ത് പറഞ്ഞു. കേരള സ്റ്റോറി എന്നത് BJPയുടെ ഒരു അജണ്ടയാണ്. ആ അജണ്ടയുടെ ഭാഗമായി വന്നതാണ്. നമ്മുടെ നാടിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു പ്രചരണ സാധനമാണത്. അതിന്റെ ഭാഗമായി സിനിമയെ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് നാടിനെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ദ കേരള സ്റ്റോറി സിനിമ നിരോധിക്കണമെന്ന നിലപാട് CPIM-നില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചിത്രം ദൂരദർശനിൽ പ്രദർശിപ്പിച്ചപ്പോഴാണ് എതിർത്തത്. മുസ്ലിം വിരുദ്ധവും കേരള വിരുദ്ധവുമായ ചിത്രം പ്രദർശിപ്പിക്കുന്നതിനെക്കുറിച്ച് ക്രൈസ്തവ സഭയാണ് തീരുമാനിക്കേണ്ടതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ക്രൈസ്തവ സഭയാണ് അത് സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ അത് സംബന്ധിച്ചുള്ള അടുത്ത നിലപാട്, ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നതിന് 3 ഉള്ളടക്കം. ഒന്ന്, അത് മുസ്ലിം വിരുദ്ധമാണ്. 2, അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. 3, അത് കേരള വിരുദ്ധമാണ്. ഈ 3 ഉള്ളടക്കങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മൂല്യവുമില്ലാത്ത RSS അതിൻ്റെ അജണ്ട പ്രഖ്യാപിച്ച് സാധാരണ ഒരു വാറോഹല പോലെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു സാമൂഹ്യമോ സാംസ്കാരികമോ ഇനി കലാപരമോ ആയ ഒരു മൂല്യവും ഉള്ള സിനിമയല്ല കേരള സ്റ്റോറി. അത് ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചപ്പോഴാണ് ഞങ്ങളതിനെ ശക്തിയായിട്ട് എതിർത്തത്. ക്രൈസ്തവ സഭയാണ് അത് സംബന്ധിച്ച് തീരുമാനിക്കുന്നത്.
ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ വിവാദ ചിത്രം ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചു. താമരശ്ശേരി രൂപത ഇടവകകളിലെ കുടുംബ കൂട്ടായ്മകളിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. ചിത്രം ഉടൻ പ്രദർശിപ്പിക്കുമെന്ന പ്രഖ്യാപനവുമായി തലശ്ശേരി അതിരൂപതയും രംഗത്തെത്തിയിട്ടുണ്ട്. ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് താമരശ്ശേരി രൂപതയുടെ വിശദീകരണം. ഇലക്ഷൻ പ്രചരണത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു അജണ്ടയായിട്ട് ഞാൻ കാണുകയാണ്. സാധാരണക്കാരന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളും പ്രസ്ഥാനങ്ങളും ആ വിഷയത്തെ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാകാതിരിക്കാൻ വേണ്ടി ബോധപൂർവ്വം ഡൈവേർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമാണ് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി സിനിമ കാണാനുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ കുഴിച്ചുവിടാൻ ഇട്ടുകൊണ്ട് അത് വിവാദമാക്കി മുമ്പോട്ട് പോകുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. തൃശൂരിൽ 50ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ BJPയിലേക്ക്. കെ കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മുരളി മന്ദിരത്തിൽ വെച്ചാണ് അംഗത്വ സ്വീകരണം. മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാണ് BJPയിലേക്ക് പോകുന്നത്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുകയാണ്. അശ്വിൻ, മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള അസാധാരണമായ തരത്തിലുള്ള കൂറുമാറ്റം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായി. ഇപ്പോൾ തൃശൂരിൽ നിന്ന് 50ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് BJPയിലേക്ക് പോകുന്നത്. അതും കെ കരുണാകരന്റെ സ്മാരക മണ്ഡപത്തിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിക്കുന്നു. എന്താണിത് നൽകുന്ന സൂചന? എത്രത്തോളം കോൺഗ്രസിന് ഇതൊരു തിരിച്ചടിയാകും തൃശ്ശൂരിൽ? ക്രിസ്ത്യന, യൂത്ത് കോൺഗ്രസുമായി ഏറെക്കാലം മുമ്പേ അടുത്ത ബന്ധം ഉപേക്ഷിച്ച മുൻ നേതാക്കളാണ് ഇപ്പോൾ BJPയിലേക്ക് എത്തുന്നത്. 50ഓളം പ്രവർത്തകരുണ്ട് അവർക്കൊപ്പം. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇവരുടെ പോക്ക് വലിയ പ്രശ്നമുണ്ടാക്കില്ല എന്ന് നേതാക്കൾ പ്രതികരിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് അംഗത്വം നൽകുന്ന സ്ഥലമാണ് കോൺഗ്രസിനെ ഏറെ വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചടിയാകുന്നതും. അത് മുരളി മന്ദിരമാണ്. കോൺഗ്രസ് പ്രവർത്തകർക്ക് സംസ്ഥാനത്താകെ തന്നെ വൈകാരികമായ അടുപ്പമുള്ള മുരളി മന്ദിരത്തിൽ വെച്ച് 50ഓളം കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ BJPയിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. പത്മജ വേണുഗോപാലാണ് ഈ 50 പേർക്കും മെമ്പർഷിപ്പ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിനേക്കാളും കൂടുതൽ ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ എന്താ പറയാ, ശരിക്കും പറയുകയാണെങ്കിൽ അവർ ചെയ്യുന്ന വൃത്തികേടുകളൊക്കെ പറഞ്ഞ ഈ ഒറ്റ കോൺഗ്രസ്സുകാരനെ അവരെ കൂടെ നിൽക്കില്ല. ആ രീതിയിലാണ് അവരിപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ മനസ്സുമെടുത്തിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. ഞാൻ ഇത് വിട്ട് നാട് വിട്ട് പോയാലോ, കോൺഗ്രസിനെ പേടിച്ച് നാട് വിടാൻ ആലോചിച്ച ആളാണ്. കാരണം ഇനി പോയാൽ ഇതേമാതിരി ചീത്ത കിട്ടുമല്ലോ. അപ്പൊ പിന്നെ എനിക്ക് തോന്നി കോൺഗ്രസിൽ നിന്നിട്ട് കോൺഗ്രസ്സുകാരെ എന്നെ ചീത്ത പറയുന്നത്, പിന്നെ എന്തിനാ ഇപ്പൊ ഇനി വേറെ പാർട്ടി പോയിട്ട് കിട്ടിക്കോട്ടെ. അപ്പൊ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വെറുതെ എഴുതി സമയം കളയാൻ. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി ചേരുകയാണ് വീണ്ടും തൃശ്ശൂരിൽ നിന്ന്. അശ്വിൻ, കോൺഗ്രസിനെ പേടിച്ച് നാട് വിട്ടുപോകുന്ന കാര്യം വരെ ആലോചിച്ചുവെന്നാണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ ഈ അംഗത്വ വിതരണ ചടങ്ങിൽ പറഞ്ഞത്. പത്മജ വേണുഗോപാലിനെ തന്നെ അംഗത്വ വിതരണ ചടങ്ങിലേക്ക് മുഖ്യ അതിഥിയാകുന്നു, അല്ലെങ്കിൽ ആ ചടങ്ങ് നിർവഹിക്കുന്നു. എന്തൊക്കെ സൂചനകളാണ് BJP നൽകാൻ ആഗ്രഹിക്കുന്നതിലൂടെ? എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയാണ്. 80ഓളം പ്രവർത്തകരും നേതാക്കളും BJPയിലേക്ക് പോകുന്നത്. അത് കോൺഗ്രസിന്റെ തട്ടകമായിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസുകാർക്ക് ഏറെ അടുപ്പമുണ്ടായിരുന്ന മുരളി മന്ദിരത്തിൽ വെച്ച് തന്നെ അംഗത്വ വിതരണം നടക്കുന്നു എന്നുള്ളതും വലിയ തിരിച്ചടി തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. എന്തായാലും ഈ പത്മജ ഇപ്പോൾ കോൺഗ്രസിനെതിരെ തന്നെയാണ് ആഞ്ഞടിക്കുന്നത്. ഈ പ്രസംഗത്തിൽ, ഈ മുരളി മന്ദിരത്തിൽ വെച്ച് നടക്കുന്ന പ്രസംഗത്തിൽ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിന് ചേർന്നുള്ള വേദിയിലാണ്, അതായത് വീടിനോട് ചേർന്നുള്ള, വീടിനും സ്മൃതിമണ്ഡപത്തിനും നടുവിലുള്ള ഒരു ചെറിയ സ്ഥലത്താണ് ഈ യോഗം നടക്കുന്നത്. BJPയുടെ ജില്ലാ നേതാക്കളടക്കം സംസ്ഥാന നേതാക്കളടക്കം മുരളി മന്ദിരത്തിൽ ഇപ്പോൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഈ വീട്, കെ കരുണാകരന്റെ വീട്, ഒരു BJP പരിപാടിക്ക് വേദിയാകുന്നത് എന്നുള്ള സവിശേഷത കൂടിയുണ്ട്. ഈ BJP ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ കോൺഗ്രസ് അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയിലേക്ക് 50ഓളം പ്രവർത്തകരും നേതാക്കളും പോകുന്നതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അതിനെ എതിർത്തു പറയുക കോൺഗ്രസിനെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല. അത് അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പത്മജ വേണുഗോപാൽ തന്നെ മുൻകൈ എടുത്താണ് ഈ നേതാക്കളെ അടക്കം BJPയിലേക്ക് എത്തിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ കൂടുതൽ ആളുകളെ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസിന് വീണ്ടും തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ പത്മജ തന്നെയാണ് ഈ 50 പേർക്കും മെമ്പർഷിപ്പ് നൽകി അവരെ BJPയുടെ കൊടികളേന്തി ഹാരമണിയിച്ച് സ്വീകരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ക്രിസ്റ്റിന, തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു അശ്വിൻ പാലാഴി.
കണ്ണൂരിലെ വൈദേകം റിസോർട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തില്ല. ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ കുടുംബത്തിന് ഓഹരി പങ്കാളിത്തമുണ്ടായിരുന്ന റിസോർട്ടാണ് വൈദേകം. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടും തെളിവുകൾ കണ്ടെത്തിയില്ലെന്ന് ഇ.ഡി. ഹൈക്കോടതിയെ അറിയിച്ചു. 24 ബിഗ് ബ്രേക്ക് വിശദാംശങ്ങളുമായി ചേരുന്നത് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, പലവിധ രാഷ്ട്രീയ ആരോപണങ്ങളും വന്നിരുന്നു. എന്തുകൊണ്ട് ഇ.ഡി. കേരളത്തിലെ പല കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്നില്ല? കുറച്ച് റെയ്ഡ് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണ് നടത്തുന്നതെന്നൊക്കെ രീതിയിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ഈ വൈദേകം റിസോർട്ടിലേക്ക് ഇ.ഡി. എത്തുന്നില്ല എന്ന് പറയുന്നു. ഇ.ഡിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിന്? നേരത്തെ എം.ആർ. അജയൻ എന്ന ഒരു മാധ്യമപ്രവർത്തകൻ, കൊച്ചിയിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകൻ ഹൈക്കോടതിയെ സമീപിച്ച് ഒരു അപേക്ഷ നൽകി. ഈ വൈദേകത്തിൽ ചില സാമ്പത്തിക ക്രമക്കേടുകൾ, ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട്, ബിനാമി ഇടപാടുകളുണ്ട്, അത് അന്വേഷിക്കണമെന്നായിരുന്നു ആവശ്യം. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇ.ഡിയോട് ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി. തുടർന്ന് അവർ പ്രാഥമിക അന്വേഷണം നടത്തി എന്ന് കോടതിയെ ഇന്നലെ അറിയിച്ചു. രേഖകൾ ശേഖരിച്ചു, തെളിവുകൾ ശേഖരിച്ചു. പക്ഷേ തങ്ങളുടെ മുന്നിലുള്ള പ്രശ്നം ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ്, ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ല ഈ കേസിൽ എന്നുള്ളതാണ്. അതിനാൽ തന്നെ വൈദേകം വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താനാകില്ല എന്നാണ് ഇ.ഡി. ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് അവർ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഇത് സത്യവാങ്മൂലമായി എഴുതി നൽകാൻ കോടതി ഇപ്പോൾ ഇ.ഡിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈകാതെ അവരത് നടത്തുകയും ചെയ്യും. ശരി, വൈദേകത്തിലേക്ക് ഇ.ഡി. ഇല്ല. 24 എക്സ്ക്ലൂസീവ് വിവരങ്ങൾ നൽകിയത് എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന്. വാർത്തകൾ തുടരുന്നു. ക്ഷേമ പെൻഷൻ അവകാശമായി കാണാനാകില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. ക്ഷേമ പെൻഷൻ വിതരണം എപ്പോൾ നടത്തണമെന്ന് തീരുമാനമെടുക്കുന്നത് സർക്കാരാണ്. സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗം മാത്രമാണ് ക്ഷേമ പെൻഷൻ വിതരണമെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. പെൻഷൻ വിതരണത്തിൽ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വീണ്ടും ചേരുന്നത് ശ്രീകാന്താണ്. ശ്രീകാന്ത്, ക്ഷേമ പെൻഷൻ വിതരണത്തിൽ സർക്കാർ നിലപാട് അറിയിച്ചിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ക്ഷേമ പെൻഷൻ വിതരണം തടസ്സപ്പെട്ടതിന്റെ പേരിൽ വലിയ പ്രതിസന്ധി സംസ്ഥാന സർക്കാരിന് ഉണ്ടായ ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞുപോയത്. തെരഞ്ഞെടുപ്പിൽ പോലും അത് പ്രതിപക്ഷം വലിയ ചർച്ചയാക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ സർക്കാർ തങ്ങളുടെ നിലപാട് ഹൈക്കോടതിയിൽ അറിയിച്ചത്. ക്ഷേമ പെൻഷൻ അവകാശമായി കാണാനാകില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറയുന്നു. ക്ഷേമ പെൻഷന്റെ വിതരണം എപ്പോൾ നടത്തണമെന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ്. അത് സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗമാണ്. സഹായം മാത്രമായി ക്ഷേമ പെൻഷനെ കണ്ടാൽ മതി. നിയമം അനുശാസിക്കുന്ന പെൻഷൻ ഗണത്തിൽ പെടുന്നതല്ല ക്ഷേമ പെൻഷൻ എന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ വന്ന പൊതു താൽപര്യ ഹർജിയിലാണ് നിലപാട് വ്യക്തമാക്കിയത്. ശരി, ക്ഷേമ പെൻഷൻ വിഷയത്തിൽ സർക്കാർ നിലപാട് ഹൈക്കോടതിക്ക് മുന്നിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന്. കായംകുളത്തെ CPIM പ്രവർത്തകൻ സിയാദിന്റെ കൊലപാതകത്തിൽ പ്രതികൾക്ക് ജീവപര്യന്തം. 1-ാം പ്രതി വെറ്റ മുജീബ് എന്ന മുജീബ് റഹ്മാൻ, 2-ാം പ്രതി ഷഫീഖ് എന്നിവർക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ ചേരുകയാണ്. മനീഷ്, ഈ കേസിൽ കോടതി വിധിയുടെ വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രിയദർശൻ തൻവി, ഒപ്പം തന്നെ ഓംജി ബാലജൻ എന്നിവരാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായിട്ടുള്ളത്. പ്രതികൾക്ക് ജീവപര്യന്തമാണ് കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. ഈ സംഭവം നടക്കുന്നത് 2020 ഓഗസ്റ്റ് മാസം 18-ാം തീയതിയാണ്. നിലവിൽ 3 വർഷമായി വിചാരണ തടവിലാണ്. 3 വർഷം വിചാരണ തടവിലാണ്. പക്ഷേ ഈ 3 വർഷം ജീവപര്യന്തത്തിൽ കുറയില്ല. അന്ന് ഓഗസ്റ്റ് 18 2020 രാത്രിയിലായിരുന്നു ഈ ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകൾക്ക് മരുന്ന് കൊടുത്ത ശേഷം മടങ്ങി വീട്ടിലേക്ക് വരുന്ന സമയത്താണ് CPIM പ്രവർത്തകനായ സിയാദിനെ രാത്രി 10 മണിക്ക് കായംകുളം MSM സ്കൂളിന് മുൻപിൽ വെച്ച് കത്തി ഉപയോഗിച്ച് ഈ പ്രതികൾ രണ്ടുപേരും ചേർന്ന് കുത്തി കൊലപ്പെടുത്തിയത്. ഈ 1-ാം പ്രതി വെറ്റ മുജീബ് ഒരു കൊലക്കേസ്. വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്ന മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന്. ഇപ്പോൾ തൃശ്ശൂരിലെ 50ഓളം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ BJPയുടെ അംഗത്വം സ്വീകരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മനു പള്ളത്തിനെ ക്ഷണിച്ചു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ ശ്രീ അനീഷ് കുമാർ, പത്മേജി, ഗോപാലകൃഷ്ണൻ തുടങ്ങി എല്ലാ നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും ആശംസകൾ. ഇത്രയും കാലം വലിയൊരു കാലഘട്ടത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒപ്പമായിരുന്നു. കുട്ടിക്കാലം മുതൽ KSUവിൽ തുടങ്ങി യൂത്ത് കോൺഗ്രസിലും സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നു.
അപ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് തുല്യം ആയിട്ടുള്ള എൻ്റെ ചേച്ചി ഒരു ദേശീയ നിലപാട്, ദേശീയതയോടൊപ്പം നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ തീരുമാനത്തോടൊപ്പം ഞാനടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ, തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകരുണ്ട്. ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാവുകയാണ്.